പൊളിച്ചളാഞ്ഞ്. പക്ഷേ RDX-നെക്കാട്ടി പൊളിയാട്ടോ പടം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കരയാനും ഉണ്ട്, ചിരിക്കാനും ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ നമുക്ക് റൊമാൻറ്റിക്കലും ഉണ്ട്. പ്രേമെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനും മോനും ഒരേ കണക്കല്ലേ പ്രേമിക്കുന്നത്, അവസാനം വരെ പ്രേമം. പിന്നെ അതിനെക്കാട്ടി ഞെട്ടിച്ചതിന് നമ്മളൊരു താരമുണ്ട്, ആരെന്നറിയാമോ? ഷെയ്ൻ ടോം ചാക്ക. അയാൾ ഈ വേഷം ചെയ്തതിന് അയാളെ സമ്മതിച്ചാൽ മലയാളത്തിൽ ഒരു നടനും അങ്ങനെ ചെയ്തിട്ടില്ല. പൊളിയാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ പുള്ളി പടം അങ്ങേര് വന്നതിന് ശേഷമാണ് പടം വേറെ ലെവലായത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്വർഗ്ഗ അനുരാഗി എന്നുള്ളത് നമ്മൾ മൊബൈലല്ലേ കണ്ടിട്ടുള്ളത്. പക്ഷെ അയാൾ ആ ഒരു വേഷം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മതിച്ചാലേ പറ്റുള്ളൂ. ഒരു രക്ഷയില്ല. ഒരു സ്വർഗ്ഗ അനുരാഗിയുടെ ഒരു സ്നേഹം അമ്മണ അത് കിടിലം പടം. സൂപ്പർ, നല്ല കാര്യത്തിൽ തന്നെയാണ്. നല്ല കോമഡി പടം. പിന്നെ ബാബുരാജിൻ്റെ ഒരു കമ്പാക്ക് ആയിട്ട് കാണാം. നല്ലൊരു സ്ക്രിപ്റ്റ് ആയിരുന്നു. പിന്നെ കട്ടപ്പനയുടെ ഷോട്ടോ അതൊക്കെ പൊളിയായിരുന്നു. നല്ലൊരു കോംബോ ആയിരുന്നു. ചിരിപ്പിച്ച് ഒരു വഴിയാക്കി. ഒരു ആവറേജ് ഫിലിം അല്ല, അതിനേക്കാളും മുകളിലേക്കുന്ന ഒരു ഫിലിം. പിന്നെ കോമഡീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഷൈനികം ബാബുരാജ് കോംബോ ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. ഫാമിലിയായിട്ട് കാണാം. അടിപൊളിയായിട്ടുണ്ട്. ഷൈൻ ടോം ചാക്ക കുറച്ചേ ഉള്ളൂ, പക്ഷേ കൊള്ളാം. വന്ന പോർഷൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. നല്ല പടം. കോമഡി അത്യാവശ്യമുണ്ട്, പിന്നെ ചില ട്വിസ്റ്റൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട്. നല്ല രസമുണ്ട്. സീരിയസ് ആയിട്ട് കൊള്ളാം. ഷൈൻ ടോം ചാക്കോ മീൻസ് അത്ര ഭയങ്കര റോളൊന്നും ഇല്ല, എന്നാലും ഉണ്ട്, അത്യാവശ്യം കൊള്ളാം. സെറ്റ് തരുമാ, ഒന്നും പറയാനില്ല. ചെയ്ത സെറ്റ് എല്ലാം പൊളിയായിട്ടുണ്ട്. ഓട്ടയിലിറങ്ങിയ സീനൊക്കെ കൊള്ളായിരുന്നു. കൊള്ളാം, നല്ല അഭിനയിച്ച്, കുഴപ്പമില്ലായിരുന്നു. ഷൈൻ പൊളിച്ച്. നല്ല കോമഡി ഉണ്ട്, നല്ല മൂവിയാണ്. ഷൈനൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട്. അടിപൊളി. എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല നമുക്ക് ബോറടിക്കത്തില്ല. ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ബോറടിക്കത്തില്ല. കോമഡിയൊക്കെ നല്ലോണം. നല്ല പടമാണ് മോനെ. സാധാരണ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമ. ഇപ്പം മമ്മൂട്ടി മോഹൻലാലും ഒക്കെ വരുന്നതിനേക്കാളൊക്കെ കൊച്ചു പിള്ളേർ അഭിനയിച്ചിട്ട് അത് മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടുന്ന വിധത്തിലുള്ള ഒരു സിനിമ. ദാറ്റ്സ് ഗുഡ്. നന്നായിട്ട് അഭിനയിച്ചു. ആ പെൺകുട്ടിയും പിന്നെ ഷൈനും ഒക്കെ നന്നായി അഭിനയിച്ചു. ബാബുരാജ് നന്നായിട്ട് അഭിനയിച്ചു. പിന്നെ നമ്മൾ ഇതുവരെ കണ്ട ക്യാരക്ടേഴ്സ് ഒന്നും വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ബാബുരാജിൻ്റെ ആണെങ്കിലും ഷെയ്ൻ്റെ ആണെങ്കിലും ക്യാരക്ടേഴ്സ് അവർ വളരെ നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അവരുടെ ഒരു കോംബോ അടിപൊളിയാണ്. നമ്മുടെ ഒരു ബ്രോ ഡാഡി ഫീല് അതിനെക്കാട്ടിലും കുറച്ചുകൂടെ ബെറ്റർ ദാൻ ബെസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ല അഭിനയമായിരുന്നു. കാണാം. 2 ജനറേഷനിലുള്ള ലവ് സ്റ്റോറിയും കൊണ്ടുവന്നിട്ട് ഒരു പുതിയ തീം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. നന്നായിട്ട്. കൊള്ളാം, നല്ല പടം. സൂപ്പർ നല്ല സിനിമ, നല്ല കോമഡി സിനിമ. ഷൈൻ ടോം നല്ല കോമഡിയാണ്, എല്ലാം നല്ല കോമഡി സിനിമ, നല്ല എൻ്റർടൈൻമെൻറ്റ്.